സാരഥികൾ, ഒരുമിച്ചുകൂടിയ സഹോദര സഹോദരിമാരെ, നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ മഹത്തായ സ്ഥാപനത്തിൽ മാസം തോറും നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിലാണ്. മഗ്‌രിബിനു ശേഷം തുടങ്ങിയ സുദീർഘമായ പ്രഭാഷണങ്ങൾക്ക് ശേഷം കൂടുതൽ സംസാരിക്കാതെ മഹത്തായ മുജമ്മഉ സഖാഫത്തു സുന്നിയ എന്നുള്ള ഈ സ്ഥാപനം ഇന്ന് കേരളീയ വിശ്വാസികളുടെ അല്ല, കേരളീയ മുസ്ലിമീങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അതുപോലെ തന്നെ കർണാടകയിലെയും വ്യത്യസ്ത സംസ്ഥാനങ്ങളെയും വിശ്വാസികളുടെ മനസ്സാന്തരങ്ങളിൽ ഉയർന്നു വരുന്ന ഒരു സ്മരണീയ നാമമാണ് ബായാർ തങ്ങൾ. സയ്യിദുനാ ബായാർ തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ഈ സ്ഥാപനത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ബായാർ പ്രദേശം എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തിൽ നിന്നും വരുന്ന റോഡുകൾ പരിശോധിച്ചു നോക്കിയാൽ കർണാടകയുടെ 2-3 ഭാഗങ്ങളിൽ നിന്ന് വരുന്ന റോഡുകൾ സംഗമിക്കുന്ന ബായാർ, കാസർഗോഡിൽ നിന്നും വ്യത്യസ്തമായ വഴികളിലൂടെ ബായാറിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെങ്കിലും ഭൂപ്രകൃതി പരിശോധിക്കുമ്പോൾ, ഈ മഴക്കാലവും ഒന്ന് പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ടും ഒരു യാത്രക്ക് സൗകര്യമല്ലാത്ത റോഡുകളായിട്ട് പോലും ഇതിന്റെ ഇടയിൽ ആമുഖമായി ഓർമ്മപ്പെടുത്തുന്ന അഭിമന്യരായ കർണാടകയുടെ ആരോഗ്യമന്ത്രി നമ്മുടെ ഈ മഹത്തായ പരിപാടിയിലുണ്ടോ? ഇൻഷാ അല്ലാഹ് കർണാടകയിൽ നിന്ന് എത്രയോ വിശ്വാസികൾ മാസത്തിൽ അല്ല, ആഴ്ചതോറും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകൾ ഇവിടെ സാദാത്ത് ഭവനിൽ വിശ്വാസികൾക്ക് വേണ്ടി അല്ല, പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ആത്മീയമായി പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ഒട്ടനവധി നിരവധി ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് ഒരുപക്ഷെ ഇവിടെ നടക്കുന്ന സർക്കാരുകളുടെ ആരോഗ്യ വകുപ്പുകൾക്ക് പോലും ഒരുപക്ഷെ അത്ഭുതം തോന്നിപ്പോകുന്ന രൂപത്തിൽ കർണാടകയിലെ അല്ലെങ്കിൽ മംഗലാപുരത്തെ വ്യത്യസ്തമായ ഹോസ്പിറ്റലുകളിലെ വിദഗ്ധന്മാരായ ഡോക്ടർമാർ മാരകമായ ക്യാൻസർ പിടിപെട്ടിട്ട് വിഷമിക്കുന്നവരോട് പറയുന്നത്, നിങ്ങൾക്ക് വൈദ്യശാസ്ത്രത്തിൽ മരുന്നുകൾ ചികിത്സയില്ല, നിങ്ങൾ എവിടെയെങ്കിലും ആത്മീയമായ കേന്ദ്രങ്ങളുണ്ടോ? അല്ല, വ്യക്തമായി ആ വൈദ്യലോകം പറയുന്നത് ബായാറിൽ ഒരു സയ്യിദ് അവറുകളുണ്ട്, തങ്ങളുണ്ട്. ആ തങ്ങളെടുക്കൽ പോയിട്ട് ഒരുപാട് മാരകമായ ക്യാൻസറുകൾ രോഗം സുഖപ്പെട്ടിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ അവസാനത്തെ ഒരു ആശയം എന്ന നിലക്ക് നിങ്ങൾ ബായാറിൽ പോകണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ട് ആംബുലൻസുകളിൽ ഒരുപാട് ഡോക്ടർമാരെ സാദാത്ത് ഭവനിന്റെ മുന്നിലേക്ക് എത്തിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അഭിമന്യരായ മന്ത്രി അവറുകൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ മംഗലാപുരത്ത് നിന്ന് വീട്ടിലയിൽ നിന്ന് വരുന്ന റോഡ് വളരെ ശോചനീയമാണ്. ഈ വിശ്വാസികൾക്ക് വേണ്ടി സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് നമ്മുടെ റോഡിന്റെ ശോചനീയാവസ്ഥക്ക് ഒരു പരിഹാരം കാണുമെന്ന് ശുഭപ്രതീക്ഷയോടുകൂടെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. മഹത്തായ മുജമ്മഉ സഖാഫത്തു സുന്നിയ ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ, വ്യത്യസ്തമായ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡോക്ടർമാർ കഴിയൊഴിഞ്ഞ് ഒരുപാട് മാരകമായ രോഗങ്ങള്, കിഡ്നി 2 ഫെയിൽഡ് ആയിട്ട് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയിട്ട് ഈ ബായാറിന്റെ മുജമ്മയിലേക്ക് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകളെ സമീപിച്ചിട്ട് ഒരുപക്ഷെ 3, 4 അല്ലെങ്കിൽ 7 സലാത്തുകൾ കൂടണമെന്ന് പറഞ്ഞപ്പോ ആ എണ്ണപ്പെട്ട സലാത്തുകൾ തീരുന്നതിന് മുമ്പ് പരിപൂർണമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് 100 കൂട്ടം ആളുകൾക്ക് സന്തോഷത്തോടുകൂടെ ഈ മജ്‌ലിസിൽ ഇന്നൊരുമിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളോളമായിട്ട് ഒരു കുഞ്ഞിക്കാല് കിട്ടാത്തതിന്റെ പേരിൽ
വിഷമിച്ചവർക്ക് മഹത്തായ ബായാറിലെ സ്വലാത്ത് മജ്ലിസ് അവർക്കൊരു സന്തോഷത്തിന് വക നൽകിയിട്ടുണ്ടെങ്കിലോ, അവർക്ക് കുട്ടികളെ കിട്ടിയതിന്റെ പേരിൽ സന്തോഷിച്ചിട്ടുണ്ടെങ്കിലോ, ഇതോ എണ്ണിപ്പറഞ്ഞു തീർക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളല്ല, ഈ അത്ഭുതങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത്തരത്തിൽ റോഡ് ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയായിട്ട് പോലും ബായാർ ഇന്ന് ഈ കൊച്ചു ഗ്രാമമാകുന്ന ബായാറിലോ ജനനിബിഡമാണെന്നല്ലാതെ ഈ മഴയത്തും അല്ലെങ്കിൽ അനുകൂല സാഹചര്യം അനുകൂലമല്ലാതിരുന്നിട്ട് പോലും ബായാറിലേക്ക് ഇത്രയും വിശ്വാസികൾ കടന്നു വരുന്നത് ലോകഗുരു അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിലൂടെ ജീവിതത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ല എന്ന് ജീവിതത്തിൽ ബോധ്യപ്പെട്ടതിന്റെ ഏറ്റവും വലിയ തെളിവുകളായിട്ടാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ കരങ്ങൾക്ക് ശക്തി പകർന്നിട്ട് മുജമ്മഉസ് സഖാഫത്ത് സുന്നിയ എന്നുള്ള മഹത്തായ സ്ഥാപനം ഇത് ഉയർന്നു വരേണ്ടത് കാലഘട്ടത്തിന് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് ഭൗതികവും അതുപോലെ തന്നെ ആത്മീയവുമായ വിദ്യാഭ്യാസം നൽകിയിട്ട് ഈ സമൂഹത്തിലെ ഉദാത്തമായ മാതൃക സൃഷ്ടിക്കുന്ന ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ മുജമ്മഉസ് സഖാഫത്ത് സുന്നിയ ഉയർന്നു വരികയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ആ തണല് ദീർഘകാലം നമുക്ക് ആ തണലിലായിട്ട് ദീർഘകാലം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വിശുദ്ധമായ ഹജ്ജിന്റെ വേളയാണ്, വിശുദ്ധമായ ദുൽഹിജ്ജയിലാണ്. ദുൽഹിജ്ജയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട 10ന്റെ അല്ലെങ്കിൽ പെരുന്നാളിലേക്ക് അടുത്ത സമയത്താണ് ഈ ആത്മീയതയിലേക്ക് എല്ലാവരും ആവാഹിച്ചെടുക്കപ്പെടുന്ന ഒരു മുഹൂർത്തത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും വേണ്ടി സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകൾ ദുആ ചെയ്തു തരും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങള്, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ തീരാൻ ഇൻഷാ അല്ലാഹ് ഇതിനു മുമ്പ് നമുക്ക് കാരണമായിട്ടുണ്ടെങ്കിലോ ഇനിയും മുജമ്മയിന്റെ സലാത്ത് സയ്യിദുനാ ബായാർ തങ്ങള് നമുക്ക് ആശയാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അഭിവന്യരായ ഒരുപാട് നേതൃത്വം നമ്മുടെ ഈ മഹത്തായ പരിപാടിയിലുണ്ട്. അഭിവന്യരായ കർണാടക ആരോഗ്യ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ യു.ടി. ഖാദർ സാഹിബ് അവറുകൾ കഴിഞ്ഞ സ്വലാത്തിന് വന്നിരുന്നു. ആ സ്വലാത്തിന് വരുമ്പോ റോഡിന്റെയും അതുപോലെ തന്നെ ഒരുപാട് ഒരു മന്ത്രിയാകുമ്പോൾ ഉള്ള ചുറ്റുപാടുകള്, ആ ചുറ്റുപാടുകളെല്ലാം പരിഗണിച്ചുകൊണ്ട് വ്യത്യസ്തനായി കർണാടകയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുമ്പോൾ ഒരു ജനകീയനാണ്. എവിടെ ഇറങ്ങിയാലും എനിക്കൊരു മന്ത്രി എന്ന പവറിന്റെ അതിന് അതീതമായിട്ട് അത് പരിഗണിക്കാതെ ഈ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി, ഈ സമൂഹത്തിലെ കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടുകൾ തിരിച്ചറിയുന്ന അഭിവന്യരായ മന്ത്രി അവറുകള് കഴിഞ്ഞ സ്വലാത്തിന് വരുമ്പോ ഒരൽപ്പം സമയം വൈകിയപ്പോ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകൾ പറഞ്ഞിരുന്നു, മന്ത്രി അടുത്ത സ്വലാത്തിന് നിങ്ങൾ നേരത്തെ വരണം എന്ന് പറഞ്ഞപ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ 9 മണിക്ക് ബായാർ സ്വലാത്തിൽ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ മാസ സ്വലാത്തിൽ പിരിഞ്ഞു പോകുമ്പോ മന്ത്രി അവറുകൾ പറഞ്ഞിട്ട് ഇന്ന് 9 മണിയാകുമ്പോ ബായാറിന്റെ മുജംബയിൽ സയ്യിദുനാ തങ്ങൾ ഉസ്താദിന്റെ കൈ പിടിച്ചിട്ട് തങ്ങളെ ഞാൻ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട് എന്ന് ഒരു മന്ത്രി, കർണാടകയുടെ മന്ത്രി സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകളോട് പറഞ്ഞിട്ട് ആ ആത്മീയ ബന്ധമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലുള്ള സാമൂഹ്യ രംഗങ്ങളിലുള്ള അതുപോലെ തന്നെ ഭരണ നേതൃത്വത്തിലുള്ളവർക്ക് വലിയ ആത്മീയമായ നേതൃത്വത്തിന്റെ പിൻബലമാണ് അവർക്ക് ഇത്രയും ഉയർച്ചക്ക് കാരണമായത് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ബഹുമാന്യരായ മന്ത്രി അവറുകൾ ഈ ആത്മീയ മജ്ലിസിലേക്ക് വന്ന് സയ്യിദുനാ തങ്ങൾ ഉസ്താദിനോട് ദുആ ചെയ്യിപ്പിച്ചതെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുന്ന അഭിവന്യരായ കർണാടകയുടെ മന്ത്രി അവർക്ക് മുജമ്മഉസ് സഖാഫത്ത് സുന്നിയുടെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് അല്ലാഹു തആല ആയുരാരോഗ്യം അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഇനിയും ഒരുപാട് കാലം
കർണാടകയുടെ സമൂഹത്തിന് വേണ്ടി മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല കർണാടകയുടെ ഓരോ പൗരനും വേണ്ടി ശബ്ദിക്കുവാനും തന്റെ സർവ്വതും സമർപ്പിക്കുവാനും അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനിയും ഉയർച്ചകൾ അല്ലാഹു തആല നൽകുമാറാകട്ടെ എന്ന ദുആ സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് അതുപോലെ തന്നെ അഭിവന്ദരായ സയ്യിദുനാ കല്ലേരി തങ്ങളവറുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. തങ്ങളവറുകൾക്ക് മുജമ്മഉ സഖാഫത്ത് സുന്നയുടെ എല്ലാ സന്തോഷങ്ങളും കർണാടകയുടെ ഇന്ന് വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ഒരാശയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മൂസിൻ അൽവിക്കോയ സയ്യിദ് ബുഖാരി തങ്ങളവറുകൾ കല്ലേരി തങ്ങളവറുകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന ദുആ സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് അഭിവന്ദരായ പള്ളങ്കോട് ഉസ്താദ് അവറുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. സമസ്ത കേരള സുന്നി യുവജന സംഘം കാസർഗോഡ് ജില്ലയുടെ അനിഷേധ്യനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പള്ളങ്കോട് ഉസ്താദ് അവറുകൾക്ക് എല്ലാവിധ സ്വാഗതങ്ങളും അർപ്പിച്ചുകൊണ്ട് ഒരുപാട് ഉമറാക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ഒരുപാട് സമുന്നതരായ സാരഥികൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ അതുപോലെ തന്നെ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകളെ ബയാർ മുജമ്മഉ സലാത്തിനെ തന്റെ ജീവിതത്തെക്കാൾ ഏറ്റവും സ്നേഹിക്കുന്ന മംഗലാപുരത്തെ പ്രഗൽഭനായ ഉദ്യമി ബഹുമാന്യനായ സിദ്ദീഖ് ഹാജി അവറുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അതുപോലെ തന്നെ റോഷി റഹ്മാനി അബ്ദുർ റസാഖ് അവറുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അങ്ങനെ തുടങ്ങിയ എല്ലാ ഉമറാക്കൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുജമ്മഉ സ്ഥാപനത്തിലെ ജൂനിയർ ദഅവ സ്റ്റുഡൻസ് അസോസിയേഷൻ ഇത് പുറത്തിറക്കുന്ന അന്നസിയ ബുള്ളറ്റിൻ വലിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ബുള്ളറ്റിനാണ്. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ വേദിയിൽ അത് പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. പ്രകാശനം നിർവഹിച്ചാൽ എല്ലാവരും മലയാളത്തിലുള്ളതാണ്. എല്ലാവരും ഒരു 10 രൂപയിൽ നിന്ന് കുറയാതെ സംഭാവനകൾ എല്ലാവരും നൽകിയിട്ട് നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികൾ പുറത്തിറക്കുന്ന ഒരു ബുള്ളറ്റിനാണ്. എല്ലാവരും അതിനോട് സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകൾ അത് കർണാടക ആരോഗ്യ വകുപ്പ് മന്ത്രി ബഹുമാന്യരായ UT ഖാദർ സാഹിബ് അവറുകൾക്ക് നൽകിയിട്ട് അത് പ്രകാശനം ചെയ്യുകയാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ കുട്ടികളുടെ ആദ്യം ഒരു സംരംഭമാണ്. അതൊരു വലിയ ഒരു പരിപാടിയായിട്ട് തന്നെ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകൾ അത് മന്ത്രി അവറുകൾക്ക് ഇൻഷാ അല്ലാഹ് നൽകിയിട്ട് അത് പ്രകാശനം ചെയ്യുന്നു. രണ്ടുപേരെയും ആദരവോടെ ക്ഷണിക്കുന്നു. ഇൻഷാ അല്ലാഹ് സയ്യിദ് മൂസിൻ സയ്യിദ് അലവിക്കോയ അൽ ബുഖാരി കല്ലേരി അവറുകൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. ഇരുവരെയും ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ കർണാടക ആരോഗ്യ വകുപ്പ് മന്ത്രി UT ഖാദർ സാഹിബ് അവറുകൾ നമ്മെ അഭിസംബോധനം ചെയ്യുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ನಮಗೆಲ್ಲರಿಗೂ ಬಹುಮಾನ್ಯರಾದಂಥ ನಮಗೆಲ್ಲರಿಗೂ ಮಾರ್ಗದರ್ಶಕರಾಗಿದ್ದುಕೊಂಡು ಬಾಯಾರು ಪ್ರದೇಶವನ್ನು ಇವತ್ತು ಆಧ್ಯಾತ್ಮಿಕವಾಗಿ ಪಾವಿತ್ರದ ಪದಕ್ಕೆ ತೆಕ್ಕೊಂಡಂತಹ ನನ್ನ ಗುರುಗಳು ನಮಗೆಲ್ಲರಿಗೂ ಮಾರ್ಗದರ್ಶಕರು ಉಲೇಮಾದಂತಹ ಬಹುಮಾನ್ಯರಾದ ಸೈಯದ್ ಅಬ್ದುಲ್ ರಹಮಾನ್ ಇಂಬಿಚಿಕೋಯ ತಂಗಳವರ ನೇತೃತ್ವದಲ್ಲಿ ನಡೆಯುತ್ತಿರುವಂತಹ ಸ್ವದಲಾತ್ ಮಜ್ಲಿಸ್ನ ಈ ಒಂದು ಸಮಾರಂಭದಲ್ಲಿ ಉಪಸ್ಥಿತವಂತಹ ನಮ್ಮೆಲ್ಲರಿಗೂ ಬಹುಮಾನದಂತಹ ಬಾಯರ್ ತಂಗಳವರೇ, ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತವಂತಹ ಬಹುಮಾನದಂತಹ ಸೈಯದ್ ಕಲ್ಲೇರಿ ತಂಗಳವರೇ, ನನ್ನ ಆತ್ಮೀಯರಂತಹ ಬಹುಮಾನದಿಂದ ಪಲ್ಲಂಗೋಡ್ ಉಸ್ತಾದ್ ಅವರೇ, ವೇದಿಕೆಯಲ್ಲಿರುವ ಎಲ್ಲ ಬಹುಮಾನದ ಉಲೇಮಾಗಳೇ, ಗೌರವಿತ ಉಮರಾಕಲೇ, ನನ್ನ ಮುಂದಿರುವ ಎಲ್ಲ ಉಲೇಮಾಗಳೇ, ಉಮರಾಕಲೇ, ಸೋದರರೇ ಹಾಗೂ ಇಲ್ಲಿ ಸೇರಿರುವ ಎಲ್ಲ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸುತ್ತಿರುವ ಎಲ್ಲ ನನ್ನ ಆತ್ಮೀಯ
ಬಾಂಧವರು, ಪ್ರಪ್ರಥಮವಾಗಿ ಬಹುಮಾನದ ಉಲೇಮಗಳ ತಂಗಲವರ ನಿಮ್ಮೆಲ್ಲರ ದುವಾ ನಾನು ಯಾಚಿಸಿಕೊಂಡು, ಬಹುಶಃ ನನಗೆ ಮಲಯಾಳಂದಲ್ಲಿ ಮಾತಾಡೋದು ಸ್ವಲ್ಪ ಎಡವಾಗ್ತಾಗ್ತದೆ ಅಂದರೆ ಕನ್ನಡದಲ್ಲಿ ಮಾತಾಡ್ತಿದ್ದೇನೆ. ಬಹುಶಃ ಕನ್ನಡ ಎಲ್ಲ ಅರ್ಥ ಆಗ್ತದೆ ಅಂತ ನಾನು ಭಾವಿಸ್ತೇನೆ. ಆಗ ಸ್ವಲ್ಪ ಶ್ರಮಿಸಬೇಕಂತ ಹೇಳಲಿಕ್ಕೆ ಇಚ್ಛಿಸುವಂಥದ್ದು. ಬಹುಶಃ ಇಲ್ಲಿ ಕಳೆದ ಸಲ ಪ್ರತಿ ಸಲವೂ ಕೂಡ ಬಾಯ ಸೊಲಾತ್ ಮಜ್ಲಿಸ್ಲಿ ಭಾಗವಹಿಸಬೇಕು, ಅಲ್ಲಿ ತಂಗಳವರು ಏನಾದರೂ ದುವಾವನ್ನು ಪಡ್ಕೊಳ್ಬೇಕು, ಅದರ ಮುಖಾಂತರ ನಾವು ನಮ್ಮಷ್ಟಕ್ಕೆ ಇನ್ನಷ್ಟು ಉತ್ತಮವಾಗಿ ಬರುವಂಥ ಅವಕಾಶ ಆಗಬೇಕೆಂಬ ಆಲೋಚನೆ ಮಾಡಿದ್ರು ಕೂಡ ಕೆಲವೊಂದು ಕಡೆ ಬಾಕಿ ಆಗುವಂಥ ಅವಕಾಶ ಇದೆ. ಕಳೆದ ಸೊಲಾತ್ ಮಜ್ಲಿಸ್ ಸಂದರ್ಭದಲ್ಲಿ ಈ ಒಂದು ವೇದಿಕೆಗೆ ಬಂದಂಥ ಸಂದರ್ಭದಲ್ಲಿ ತಂಗಳವರು ಹೇಳಿದರು, ನೆಕ್ಸ್ಟ್ ಬರುವಾಗ ಸ್ವಲ್ಪ ಬೇಗ 9 ಗಂಟೆಗೆ ಬರಬೇಕಂತೇಳಿ. ಬಹುಶಃ ಇವತ್ತೇ ಒಂದು ನಿಯತ್ತು ಮಾಡಿದೆ, ಬರುವ 18ನೇ ತಾರೀಕಿಗೆ ಎಷ್ಟೇ ಕಾರ್ಯಕ್ರಮ ಎಲ್ಲೇ ಇದ್ದರೂ ಕೂಡ 9 ಗಂಟೆ ಆಗುತ್ತೆ ಮುಟ್ಲಿಕ್ಕೆ ಇವತ್ತು ಸೊಲಾತ್ ಮಜ್ಲಿಸ್ಗೆ ಬಾಯರಿಗೆ ಮುಟ್ಟಬೇಕೆಂಬ ನಿಯತ್ತು ಮಾಡಿ, ಬಹುಶಃ ಅವತ್ತಿನ ಆ ಒಂದು ನಿಯತ್ತಿಗೆ ಇವತ್ತು ಅಲ್ಲಾಹು ತಾಲಾ ವಿಶೇಷವಾದ ಆ ಒಂದು ಶಕ್ತಿ ಕೊಟ್ಟು ಇಲ್ಲಿ ಬಂದು ತಂಗಳವರ ದುವಾವನ್ನು, ನಿಮ್ಮೆಲ್ಲರ ದುವಾವನ್ನು 9 ಗಂಟೆಗೆ ಸರಿಯಾಗಿ ಕೊಡಲಿಕ್ಕೆ ಅವಕಾಶ ಇವತ್ತು ಮಾಡಿ ಕೊಟ್ಟಿದ್ದಾರೆ. ಬಹುಶಃ ಬಾಯರ್ ತಂಗಳವರು ಮತ್ತು ನನಗೆ ಈಗಲ್ಲ ಬಾಲವಷ್ಟಿಂದ ಉಳ್ಳಾಳಕ್ಕೆ, ಬಹುಶಃ ಉಳ್ಳಾಳದಲ್ಲಿ ಬೇರೆ ಬೇರೆ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದಂಥ ಸಂದರ್ಭದಲ್ಲಿ, ಅಲ್ಲಿ ಬೇರೆ ಬೇರೆ ಮಸೀದಿಗಳ ಕಾರ್ಯಕ್ರಮ ಬಂದ ಸಂದರ್ಭದಲ್ಲಿ ಅಲ್ಲಿಂದ ಭೇಟಿಯಾಗಿದ್ದುಕೊಂಡು ಪ್ರತಿಯೊಂದು ಸಲವೂ ಕೂಡ ತಂಗಳವರ ವಿಶೇಷ ದುವಾ ಮೂಲಕ ನಾವು ನಮ್ಮ ಒಂದು ಹೆಜ್ಜೆಯನ್ನು ಮುಂದೆ ಇಡ್ತಾ ಇದ್ದೇವೆ. ಬಹುಶಃ ತಂಗಳಂಥವರದ್ದು ನಮ್ಮ ದುವಾ ಇವತ್ತು ನಮಗೆ ಅತ್ಯುನ್ನತವಾಗಿ ಮುಂದೆ ತೆಕ್ಕೊಳ್ಳುವಂಥ ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟಿದೆ. ಅದಕ್ಕಾಗಿ ನಾನು ಯಾವಾಗಲೂ ಎಲ್ಲರಿಗೂ ಕೂಡ ಹೇಳ್ತಾ ಇರ್ತೇನೆ, ನಮ್ಮ ಪವರ್ ಎಲ್ಲ ಟೆಂಪರರಿ ಪವರ್, ನಮ್ಮದೇನು ಪರ್ಮನೆಂಟ್ ಪವರ್ ಅಲ್ಲ, ನಮ್ಮದೆಲ್ಲ ಟೆಂಪರರಿ ಪವರ್. ಇವತ್ತು ಬರ್ತದೆ, ನಾಳೆ ಹೋಗ್ತದೆ. ತಂಗಳಂಥವ್ರ ಧಾರ್ಮಿಕ ಮುಂಡ್ರ ಉಲೇಮಾಗಲ ಪವರ್ ಅದು ಪರ್ಮನೆಂಟ್ ಪವರ್. ಇಲ್ಲಿ ಪವರ್ ಇದೆ, ಎಲ್ಲ ಕಡೆ ಪವರ್ ಸಿಕ್ಕುವಂಥ ಅವಕಾಶ ಇವತ್ತಾಗ್ತದೆ. ಬಹುಶಃ ತಾವೆಲ್ಲ ಇವತ್ತು ಇಲ್ಲಿ ಬಂದಿದ್ದೀರಿ. ಈ ಬಾಯರ್ ಪ್ರದೇಶವನ್ನು ಇವತ್ತು ಯಾಕೆಂತ ಹೇಳಿದರೆ, ಇವತ್ತು ಬಾಯರಿಗೆ ಮತ್ತು ನಮ್ಮ ಕುಟುಂಬಕ್ಕೆ ಒಂದು ವಿಶೇಷವಾದ ಸಂಬಂಧ ಉಂಟು. ಯಾಕಂತ ಹೇಳಿದರೆ, ನನ್ನ ತಂದೆಯವರು ಬಹುಶಃ ಇಲ್ಲಿ ಬಾಯರ್ ಮತ್ತು ಚಿಪ್ಪಾರ್ ಪ್ರದೇಶದಲ್ಲಿ ಅವ್ರ ಕುಟುಂಬದ ಹೊಸ್ತ ಇಲ್ಲಿದ್ದವರು. ಇಲ್ಲಿಂದ ಬಹುಶಃ ಉಪ್ಪಾಲಕ್ಕೆ ಹೋಗಿ ಮತ್ತೆ ಅಲ್ಲಿಗೆ ಮಂಗಳೂರಿಗೆ ಬಂದಂಥ ಸಂದರ್ಭ. ಬಹುಶಃ ಈ ಬಾಯರ್ ಪ್ರದೇಶ ಅತ್ಯಂತ ಹಿಂದುಳಿದ ವರ್ಗ ಪ್ರದೇಶ ಮತ್ತು ಅತ್ಯಂತ ಒಂದು ಕುಗ್ರಾಮವಾಗಿದ್ದ ಪ್ರದೇಶವನ್ನು ಇವತ್ತು ನಮ್ಮ ಜಿಲ್ಲೆ ಮಾತ್ರ ಅಲ್ಲ, ನಮ್ಮ ರಾಜ್ಯ ಮಾತ್ರ ಅಲ್ಲ, ನಮ್ಮ ರಾಷ್ಟ್ರ ಮಾತ್ರ ಅಲ್ಲ, ಅಂತಾರಾಷ್ಟ್ರೀಯ ಜನರು ಮಾತ್ರ ಈ ಪ್ರದೇಶಕ್ಕೆ ಇವತ್ತು ಬಂದು ನಿಲ್ಬೇಕಾಗಿದ್ದರೆ ಅದು ಬಾಯರ್ ತಂಗಳವರ ವಿಶೇಷ ಆಧ್ಯಾತ್ಮಿಕವಾದ ಶಕ್ತಿ ಅಂತ ನಾನು ಹೇಳಿಕ್ಕೆ ಇಚ್ಛಿಸುವಂಥ ಕೆಲಸ ನಾನು ಇವತ್ತು ಮಾಡ್ತೇನೆ. ಈ ರೀತಿಯ ಒಂದು ಪ್ರದೇಶದಲ್ಲಿ ಆಧ್ಯಾತ್ಮಿಕವಾಗಿ ಇಂಥ ಸೊಲಾತ್ ಮಜ್ಲಿಸ್ ಮೂಲಕ ಬರುವಂಥ ಎಲ್ಲ ಕಷ್ಟಗಳನ್ನು ಇವತ್ತು ಆ ಒಂದು ದೂರ ಮಾಡುವಂಥ ಅವಕಾಶ ಮಾಡಿಕೊಡುವ ಮೂಲಕ ಅತ್ಯಂತ ಪಾವಿತ್ರ್ಯದ ಒಂದೊಂದು ಪ್ರದೇಶವಾಗಿ ಇವತ್ತು ನಿರ್ಮಾಣ ಮಾಡಿದ್ದು ಇದು ಬಹುಶಃ ಇಡೀ ಒಂದು ಪ್ರದೇಶಕ್ಕೆ ಕೂಡ ದೊಡ್ಡ ಕೊಡುಗೆ ಅಂತ ನಾನು ಹೇಳಿಕ್ಕೆ ಇಚ್ಛಿಸುವಂಥವ್ರು. ಬಹುಶಃ ಈ ಸುತ್ತಮುತ್ತಲು ಬರುವಂಥ ರಸ್ತೆ ಬಗ್ಗೆ ಈಗಾಗಲೇ ಬಹುಶಃ ನಮ್ಮ ಉಲೇಮಗಳು ಮಾತಾಡಿದರು. ಖಂಡಿತವಾಗಿಯೂ ನಮ್ಮ ಕರ್ನಾಟಕ ವ್ಯಾಪ್ತಿಗೆ ಬರುವಂಥ ಒಂದು ರಸ್ತೆ ಏನಿದೆ, ಮುಂದಿನ ವರ್ಷ ಅತಿ ಶೀಘ್ರದಲ್ಲೇ ಇಲ್ಲಿ ದೊಡ್ಡ ಕೆಲಸ ಆದ ಕಾರಣ ಮತ್ತು ನಮಗೆ ಅಚ್ಚುಮೆಚ್ಚಿನ ಶಾಸಕರು, ನಮ್ಮ ಜಿಲ್ಲಾ ಉಸ್ತುವಾರಿ ಸಚಿವರು ಬಾಯರ್ ತಂಗಳ ಬಗ್ಗೆ ವಿಶೇಷವಾಗಿ ಗೌರವ ಮತ್ತು ಪ್ರೀತಿ ಉಳ್ಳಂತ ಮತ್ತು ಇಲ್ಲಿ ಬಂದು ಅವರ ಒಂದು ವಿಶೇಷ ದುವಾವನ್ನು ಪಡೆದುಕೊಂಡು ಆ ಎಲ್ಲ ಸಂದರ್ಭದಲ್ಲಿ ತಮ್ಮ ದುವಾವನ್ನು ಪಡೆಯುವಂಥ ಬಿ ರಮಣತ್ರಯ ಅವರು ಶಾಸಕರಾಗಿದ್ದಾರೆ. ಖಂಡಿತವಾಗಿ ಅವರಿಗೆ ಕೂಡ ಮನದಟ್ಟು ಮಾಡಿ ಆದಷ್ಟು ಬೇಗನೆ ಇಲ್ಲೊಂದು ಅತ್ಯುತ್ತಮವಾದ ಬರುವಂಥ ರಸ್ತೆ ನಿರ್ಮಾಣ ಮಾಡಿ ಎಲ್ಲರಿಗೂ ಬಹುಶಃ ಬಂದು ಹೋಗಲಿಕ್ಕೆ ಸುಸಜ್ಜಿತವಾದ ಒಂದು ಪ್ರದೇಶ ಇವತ್ತು ನಿರ್ಮಾಣ ಮಾಡಿಕೊಳ್ಳಲಿಕ್ಕೆ ನಾವು ಇವತ್ತು ತಯಾರಾಗಿ ನಿಂತಿದ್ದೇವೆ. ನನ್ನ ಕೋರಿಕೆ ಇಷ್ಟೇ, ನಾವೆಲ್ಲ ಸೋದರತೆ ಪ್ರೀತಿ ವಿಶ್ವ ಹೋಗುವಂಥ ಅವಕಾಶ ಆಗಬೇಕು. ಖಂಡಿತವಾಗಿಯೂ ಇವತ್ತು ಎಲ್ಲ ವಿಚಾರಕ್ಕೆ ಸಂಬಂಧಪಟ್ಟ ಆಧ್ಯಾತ್ಮಿಕವಾಗಿ ಇಂಥ ಸೊಲಾತ್ ಮಜ್ಲಿಸ್ನ ಮೂಲಕ ನಮ್ಮಲ್ಲಿರುವಂಥ ಎಲ್ಲ ನೋವುಗಳನ್ನು ದೂರ ಮಾಡಿಕೊಂಡು ನಮ್ಮಲ್ಲಿರುವಂಥ ಹೃದಯವನ್ನು ಸ್ವಚ್ಛಗೊಳಿಸುವ ಮೂಲಕ ನಾವು ಇನ್ನಷ್ಟು ಜನರ ಪ್ರೀತಿಗೆ ಪಾತ್ರರಾಗಿ ಅಲ್ಲಾಹ್ ತಾಲನ ಪ್ರೀತಿಗೆ ಪಾತ್ರರಾಗುವಂಥ ಅವಕಾಶ ಆಗ್ತದೆ. ಬಹುಶಃ ತಾವೆಲ್ಲರೂ ಕೂಡ ಬೇರೆ ಬೇರೆ ಸಮಸ್ಯೆಗಳು ಇಟ್ಟು ಬಂದಂಥ ಸಂದರ್ಭ ಇದೆ. ನಿಮ್ಮೆಲ್ಲ ಸಮಸ್ಯೆಗಳು ಬಹುಶಃ ಇಲ್ಲಿಯ ಬಾಯರ್ ತಂಗಳರ ದುವಾ ಈ ಒಂದು ಸೊಲಾತ್ ಮಜ್ಲಿಸ್ನ ಮೂಲಕ ದೂರವಾಗಿದ್ದುಕೊಂಡು ತಾವು ಕುಟುಂಬಸ್ಥರು ನೆರೆಕೆರು ಅತ್ಯುತ್ತಮವಾಗಿ ಸಂತೋಷ ಜೀವನ ಸಾಗಿಸುವಂಥ ಅವಕಾಶ ಆಗಲಿ ಅಂತ ಕೂಡ ನಾನು ಇವತ್ತು ಯಾಚಿಸ್ಲಿಕ್ಕೆ ಇಚ್ಛಿಸುವಂಥದ್ದು. ಬಹುಶಃ ನನಗೆ ವಿಶ್ವಾಸ ಇದೆ, ಈ ಒಂದು ಪ್ರದೇಶದಲ್ಲಿ ತಾವೆಲ್ಲರೂ ಕೂಡ ನಮ್ಮ ನಿಯತ್ತಿನ ಮುಖಾಂತರ ನಮ್ಮ ದುವಾ ಮತ್ತು ಇದರಲ್ಲಿ ಭಾಗವಹಿಸಿದರೆ ಅಲ್ಲಾಹ್ ತಾಲಾ ತಂಗಳ ಮುಖಾಂತರ ನಮ್ಗೆ ಖಂಡಿತವಾಗಿಯೂ ಎಲ್ಲ ನಮ್ಮ ಸಮಸ್ಯೆಗಳಿಗೆ ಮತ್ತು ಎಲ್ಲ ಇರುವಂಥ ರೋಗಗಳಿಗೆ ಶಿಫಾ ಕೊಡುವಂಥ ಒಂದು ವ್ಯವಸ್ಥೆ ಖಂಡಿತವಾಗಿಯೂ ಆಗ್ತದೆ.
ಇವತ್ತು ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಕೂಡ ಅಷ್ಟೇ, ಡಾಕ್ಟರ್ ಬಂದು ಹೇಳ್ತಾನೆ 90 ನನ್ನ ಕೆಲಸ ಮಾಡಿದ್ದೇನೆ, ಇನ್ನು ಅಲ್ಲಾಹ್ ತಾಲಾ ದೇವರ ಹತ್ರ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಅಂತ ಹೇಳಿ ಮಾತಿದ್ರೆ, ಬಹುಶಃ ಡಾಕ್ಟರ್ ಚಿಕಿತ್ಸೆ ಮಾತ್ರ ಕೊಡ್ತಾನೆ, ಅದನ್ನು ಗುಣಪಡಿಸುವುದು ಅಲ್ಲಾಹ್ ತಾಲಾ ಅಂತೇಳಿ ಎಲ್ಲರಿಗೂ ಕೂಡ ಗೊತ್ತಿರುವಂಥ ಇವತ್ತು ವಿಚಾರ ಆಗಿದೆ. ಅಂಥ ಪ್ರದೇಶದಲ್ಲಿ ಬಂದು ಇವತ್ತು ನಾವು ದುವಾ ಮೂಲಕ ನಮ್ಮ ಹಮ್ಮಿಕೊಂಡು ಆರೋಗ್ಯಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತೆ ಬಹಳಷ್ಟು ಅವರಿಗೆ ಮಾತ್ರ ಇಡೀ ಕುಟುಂಬಸ್ಥರಿಗೆ ದೊಡ್ಡ ರೀತಿಯ ಒಂದು ಅವಕಾಶ ಸಿಕ್ಕುವಂಥ ವಿಚಾರ ಇವತ್ತಾಗಿದೆ. ಬಹುಶಃ ತಂಗಳವರ ಬಗ್ಗೆ ಇನ್ನಷ್ಟು ನಮ್ಮ ಜಿಲ್ಲೆ ಮಾತ್ರ ಅಲ್ಲ, ರಾಜ್ಯ ರಾಷ್ಟ್ರ ಮಟ್ಟದಲ್ಲಿ ಕೂಡ ಇವತ್ತು ಎಲ್ಲರೂ ಕೂಡ ಆಧ್ಯಾತ್ಮಿಕವಾಗಿ ತಂಗಳ ಹತ್ತಿರ ಬರುವಂಥ ಅವಕಾಶ ಪಡ್ಕೊಳ್ತಿದ್ದಾರೆ. ಇವತ್ತು ಯಾರು ಬರ್ಲಿಕ್ಕೆ ಆಗಲಿಲ್ಲ, ಅವ್ರು ತಮ್ಮ ಆ ನೆಟ್ನ ಮೂಲಕ ಇನ್ನಿತರ ಮೂಲಕ ಆ ದುವನ್ನು ಪಡೆಯುವಂಥ ಒಂದು ಅವಕಾಶ. ಆದ ಕಾರಣ ಬಹುಶಃ ತಂಗಳವರ ನಮಗೆ ಒಂದು ದೊಡ್ಡ ಇವತ್ತು ಶಕ್ತಿ ಆದಂಥ ಸಂದರ್ಭದಲ್ಲಿ ನಾವೆಲ್ಲರೂ ಕೂಡ ಅತ್ಯಂತ ಪ್ರೀತಿ ವಿಶ್ವಾಸ ಸೋದರ ಮೂಲಕ ಮುಂದೆ ಹೋಗುವಂಥ ಅವಕಾಶ ನಮಗೆಲ್ಲರಿಗೂ ಆಗಲಿ. ಬಾಯರ್ ತಂಗಳಲ್ಲಿ ಉದ್ದೇಶಿಸಿ ಸ್ಥಾಪಿಸಲ್ಪಡುವಂಥ ಎಲ್ಲ ಮುಂದಿನ ದಿನಗಳ ಸಂಸ್ಥೆಗೆ ನಾವೆಲ್ಲ ಸೋದರರಾಗಿದ್ದುಕೊಂಡು ಮುಂದೆ ಕೊಡುವಂಥ ವಿಚಾರ ಇವತ್ತು ಆಗಲಿ ಅಂತ ನಾನು ಇವತ್ತು ಹೇಳಿಕ್ಕೆ ಅವಕಾಶ ಮಾಡುವಂಥದ್ದು. ಸಮಸ್ಯೆಗಳಿರ್ತದೆ ಸ್ವಾಭಾವಿಕ, ಸಮಸ್ಯೆ ಇಲ್ಲದ ಮನುಷ್ಯನಿಲ್ಲ, ಸಮಸ್ಯೆ ಇಲ್ಲದ ಪ್ರದೇಶ ಇಲ್ಲ. ನಾವೆಲ್ಲ ಸಮಸ್ಯೆನೂ ನಾವು ಧೈರ್ಯವಾಗಿ ಆತ್ಮವಿಶ್ವಾಸದಿಂದ ನಾವು ಮುನ್ನಡೆಸಿಕೊಂಡು ಬರಬೇಕಾದ್ರೆ ಬಾಯರ್ನಲ್ಲಿ ನಡೆಯುವಂಥ ಸೊಲಾತ್ ಮಜ್ಲಿಸ್ ಅಂತ ಮಜ್ಲಿಸ್ ಕಾರ್ಯಕ್ರಮ ಇದ್ದುಕೊಂಡು ನಮ್ಮ ಆಧ್ಯಾತ್ಮಿಕವಾದ ಆತ್ಮವನ್ನು ಶುದ್ಧಗೊಳಿಸಿ ನಮ್ಮ ಆತ್ಮವಿಶ್ವಾಸ ಬಲಪಡಿಸಿ ಎಲ್ಲ ಸಮಸ್ಯೆಯನ್ನು ಧೈರ್ಯವಾಗಿ ಎದುರಿಸಿಕೊಂಡು ನಾವು ನೆಮ್ಮದಿಯಿಂದ ಜೀವನ ಮಾಡಬೇಕು. ಇನ್ನೊಬ್ಬ ಪಕ್ಕದಲ್ಲಿಯವರೆಲ್ಲರೂ ಕೂಡ ನೆಮ್ಮದಿಯ ವಾತಾವರಣ ನಿರ್ಮಾಣ ಮಾಡಬೇಕು. ಅದರ ಮುಖ ಅತ್ಯುತ್ತಮವಾದ ಉತ್ತಮವಾದ ಸಮಾಜ ನಿರ್ಮಾಣ ಮಾಡೋ ಜವಾಬ್ದಾರಿ ನಾವೆಲ್ಲರೂ ಕೂಡ ಹಮ್ಮಿಕೊಳ್ಳುವಂಥ ಅವಕಾಶ ನಮ್ಮೆಲ್ಲರಿಂದ ಆಗಲಿ ಅಂತ ಕೂಡ ನಾನು ಅದಕ್ಕೆ ಇಚ್ಛಿಸುವಂಥದ್ದು. ಚುನಾವಣಾ ಸಂದರ್ಭ ಮುಂಚೆಲೂ ಹಿಂದೆ ಚುನಾವಣೆ ಆಗುವ ಮುಂಚೆ ಈ ಪ್ರದೇಶಕ್ಕೆ ಬಂದು ಚುನಾವಣೆಗೆ ನಾಮಿನೇಷನ್ ಹಾಕುವ ಮುಂಚೆ ತಂಗಳವರ ಬಂದು ಅವರ ದುವಾವನ್ನು ಪಡೆದುಕೊಂಡು ಹೋಗಿ ಚುನಾವಣೆಯಲ್ಲಿ ನಿಮ್ಮೆಲ್ಲರ ದುವಾ ಮತ್ತು ಸಹಕಾರ ಮೂಲಕ ಶಾಸಕನಾಗಿ ಮಾತ್ರ ಅಲ್ಲ ರಾಜ್ಯ ಸಚಿವ ಸಂಪುಟ ಸದಸ್ಯನ ಕೂತ್ಕೊಳ್ಳುವಂಥ ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟಿದ್ದೀರಿ. ಬಹುಶಃ ಅಲ್ಪಸಂಖ್ಯಾತ ಸಮುದಾಯದ ಒಬ್ಬ ಸೋದರನಿಗೆ ಈ ರಾಜ್ಯದಲ್ಲಿ ಇಷ್ಟರವರೆಗೆ ಇದಕ್ಕಿಂತ ದೊಡ್ಡ ಪೋಸ್ಟ್ ಎಲ್ಲಿಯೂ ಸಿಕ್ಕಲಿಲ್ಲ, ಇನ್ನು ಸಿಕ್ಕಷ್ಟು ಸುಲಭವೂ ಕೂಡ ಇಲ್ಲ. ಬಹುಶಃ ಯಾಕೆ ಅಂತ ಹೇಳಿದರೆ ಅತ್ಯಂತ ದೊಡ್ಡ ಸ್ಥಾನ ಅತ್ಯಂತ ಸಣ್ಣ ವಯಸ್ಸಿನಲ್ಲಿ ಬಹುಶಃ ನಿಮ್ಮೆಲ್ಲರ ದುವ ಮುಖ ಸಿಕ್ಕಿದ ಅವಕಾಶ ಆಗಿದೆ. ಇದರ ಗೌರವ ಮತ್ತು ಪಾವಿತ್ರತೆಯನ್ನು ಕಾಪಾಡಿಕೊಂಡು ಮುಂದೆ ಹೋಗಲು ಇನ್ನಷ್ಟು ನಿಮ್ಮೆಲ್ಲರ ನಿಮ್ಮೆಲ್ಲರ ದುವ ಇರಲಿ ಅಂತ ಅವಕಾಶ ಹೇಳಲಿಕ್ಕೆ ಇಚ್ಛಿಸುವಂಥದ್ದು. ನಾವೆಲ್ಲರೂ ಶಕ್ತಿ ಮೀರಿ ದುಡಿಯುವಂಥ ಅವಕಾಶಕ್ಕಾಗಲಿ, ನಾವೆಲ್ಲರೂ ಪ್ರೀತಿ ವಿಶ್ವಾಸ ಸೋದರ ಜೀವನ ಸಾಗಿಸುವಂಥ ಅವಕಾಶ ಇವತ್ತು ಆಗಬೇಕಾಗ್ತದೆ. ನಮ್ಮ ಸಮಾಜದ ದೊಡ್ಡ ಸಮಸ್ಯೆ ಏನಂತ ಹೇಳಿದರೆ ಬಹುಶಃ ಇವತ್ತು ಬಡತನ ದೊಡ್ಡ ಸಮಸ್ಯೆ ಅಲ್ಲ, ಭ್ರಷ್ಟಾಚಾರ ಅಷ್ಟು ದೊಡ್ಡ ಸಮಸ್ಯೆ ಆಗಲಿಲ್ಲ, ಶೈಕ್ಷಣಿಕ ದೊಡ್ಡ ಸಮಸ್ಯೆ ಅಲ್ಲ. ಬಹುಶಃ ನಮ್ಮ ಒಬ್ಬರೊಬ್ಬರ ಮಧ್ಯೆ ವಿಶ್ವಾಸದ ಕೊರತೆ ದೊಡ್ಡೊಂದು ಸಮಸ್ಯೆಯಾಗಿ ಪರಿವರ್ತನೆ ಆಗುವಂಥ ಇವತ್ತು ವಿಚಾರ ಆಗಿದೆ. ಇಡೀ ದೊಡ್ಡ ಸಮಸ್ಯೆ ಅಂತ ಹೇಳಿದರೆ ಒಬ್ಬನನ್ನು ನಂಬಬೇಕಾದ್ರೆ ಬಹಳಷ್ಟು ದುರ್ಬೀನ್ ಹಿಡ್ದು ನೋಡುದು, ನಂಬೋದು ಲಾಸ್ಟಿಗೆ ಮತ್ತೊಬ್ಬರು ನಂಬೋದಂತ ಏನಾದ್ರು ಅಂಥ ಒಂದು ಪರಿಸ್ಥಿತಿ ಇವತ್ತು ಬಂದು ನಿಲ್ಲುವಂಥ ಪರಿಸ್ಥಿತಿ ಆಗಿದೆ. ಅದಕ್ಕೆ ಈ ಒಂದು ಅವಿಶ್ವಾಸ ಸಮಾಜ ಇವತ್ತು ದೂರ ಮಾಡಿಕೊಂಡು ನಾವು ಒಬ್ಬರಿಗೊಬ್ಬರನ್ನು ಅರ್ಥ ಮಾಡಿಕೊಂಡು ನಂಬಿಕೊಂಡು ವಿಶ್ವಾಸವಾದ ಸಮುದಾಯ ಮತ್ತು ಸಮಾಜ ನಿರ್ಮಾಣ ಮಾಡೋ ಜೊತೆಯಲ್ಲಿ ನಾವೆಲ್ಲ ಒಂದು ಕುಟುಂಬದಲ್ಲಿ ಹೋಗುವಂಥ ಅವಕಾಶಕ್ಕೆ ಇಂಥ ಒಂದು ಸೊಲಾತ್ ಮಸ್ ನಮಗೆ ದೊಡ್ಡ ಒಂದು ವೇದಿಕೆ ಶಕ್ತಿಯಾಗಿ ಇವತ್ತು ಬರಲಿ ಅಂತ ನಾನು ಯಾಚಿಸ್ತಾ ಬಹುಮಾನದಂಥ ಬಾಯರ್ ತಂಗಳವರ ಹಾಗೂ ಬಹುಮಾನದ ಸೈಯದ್ ಕಲೀರ್ ತಂಗಳವರ ನನ್ನ ದುವವನ್ನು ನಾನು ಇವತ್ತು ಪಡ್ಕೊಳ್ಳುತ್ತಾ ನಮಗೂ ಬಹುಶಃ ನಿಮ್ಮೆಲ್ಲ ದುವ ಅತಿ ಅಗತ್ಯವಾಗಿದೆ. ಬಹುಶಃ ಇನ್ನಷ್ಟು ಮುಂದೆ ಹೋಗಿಕೊಂಡು ಇನ್ನಷ್ಟು ಜನಪರ ಸೇವೆ ಮಾಡಿ ನಮ್ಮ ಸೇವೆ ಮಾಡುವ ಸಂದರ್ಭದಲ್ಲಿ ಯಾವುದೇ ತಪ್ಪು ಕೆಲಸ ಮಾಡದ ರೀತಿಯಲ್ಲಿ ಬಹುಶಃ ಅಂಥ ಸಂದರ್ಭ ಬಂದರೆ ಅಲ್ಲಾಹ್ ತಾಲಾ ನಿಮ್ಮ ದುವ ಮೂಲಕ ನಮ್ಮ ಕೈಯನ್ನು ಕಟ್ಟಿ ಹಾಕುವಂಥ ವಿಚಾರಕ್ಕೆ ಬರುವಂಥ ಅವಕಾಶ ಆಗಲಿ ಅಂತ ನಾನು ಯಾಚಿಸಿಕೊಳ್ತಾ ಒಳ್ಳೆಯ ಮಗಳ ಹಿರಿಯರ ದುವ ನಾನು ಯಾಚಿಸಿಕೊಂಡು ನನ್ನ ಎರಡು ಮಾತು ಮುಗಿಸ್ತೀನಿ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. തങ്ങളുടെ ആത്മീയ മജ്‌ലിസിനും സലാത്തിനും നേതൃത്വം നൽകുന്നതിന് വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു വസ്സലാമു അലൈക يا سيدنا يا حبيب الله صلى الله عليه وسلم. يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حالتنا دركنا.
يا أكرم الثقلين يا كنز الوراء جد لي بجودك أرضني برضاك يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي أرحم الراحماയ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നിന്റെ ഫضل കൊണ്ട് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ഈ മജ്ലിസിലേക്ക് എത്തിപ്പെട്ട സകല വിശ്വാസിനികൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുമായി മജ്ലിസുകളുമായി സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് ഞങ്ങളെ പണ്ഡിത സാദാത്തുക്കൾ, മാതാപിതാക്കൾ, ഇഷ്ടജനങ്ങൾ, സ്നേഹികൾ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. അഭിവന്യരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, കർണാടക ആരോഗ്യമന്ത്രി UT ഖാദർ സാഹിബ് അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹിക നേതൃരംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാർ, സംഘടന നേതൃത്വം, ഒരുമിച്ച് കൂടിയ എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകൾ, ചെറുപ്പക്കാർ, മാന്യ സഹോദര സഹോദരിമാര്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ പരിശുദ്ധ മക്കയിലെ കഅബയെ ഒരു വലിയ കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലെ 5 കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തമാക്കപ്പെട്ട സമയം മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ശിഷ്യരും ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് ഇരിക്കുകയും
കാൽമുട്ടിനോട് കാല് ചേർത്ത് ഒരുപാട് വിഷയങ്ങൾ ചോദിക്കുകയും ചോദിച്ച കൂട്ടത്തിൽ തങ്ങളോട് മലക്ക് ചോദിച്ചത് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ സംബന്ധിച്ച് തങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. ഖാൽ റഹ്മത്തുൽ ആലമീനായ തങ്ങൾ പറഞ്ഞു, അൽ ഇസ്ലാം അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അശ്ഹദു ഐ അഹ്ദുറു, ഞാൻ മനസ്സിൽ ഹാദിറാക്കി ഉറപ്പിക്കുന്ന. അങ്ങനെയാണ് അയിമ്മത്ത് അതിന് മഅന പറഞ്ഞത്. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ ഇല്ല. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലും അടിമയുമാണ് എന്ന് മനസ്സിൽ ഹാദിറാക്കി ഉറപ്പിക്കുന്ന ഷഹാദത്താണ് ഒന്നൊന്നും. നിസ്കാരം നിർവഹിക്കലും സകാത്ത് കൊടുത്തുവിട്ടലും വിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിക്കലും ശാരീരികമായും സാമ്പത്തികമായും യാത്രാപരമായും സാധിക്കുന്ന ആളുകൾ പവിത്ര കഅബത്തിങ്കൽ പോയിട്ട് ഹജ്ജ് നിർവഹിക്കലുമാണ് ഇസ്ലാം എന്ന് ഹബീബായ തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ലോകമെമ്പാടുമുള്ള വിശ്വാസിനികൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിശുദ്ധ കഅബ ലക്ഷ്യം വെച്ചുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക തുടങ്ങിയ തൽബിയത്തുകൾ ധാരാളം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം ഉംറയിൽ, ഒരു വിഭാഗം തവാഫിൽ, സഅയിൽ, അങ്ങനെ തുടങ്ങി മറ്റ് സിയാറത്തുകൾ നടത്തിക്കൊണ്ട് ഒരു വലിയ ജനക്കൂട്ടം റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ശറഫുള്ള പുണ്യകേന്ദ്രം പരിശുദ്ധമായ മദീന മുനവ്വറയിലെ വിശുദ്ധ റൗളയോട് തൊട്ടുരുമ്മി മുഖത്തോട് മുഖം നിന്നിട്ട് സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് ബിയദി ഖല്ലത്ത് ഹൈലത്തി അദ്രിക്നി എന്ന് തങ്ങളോട് നേർക്ക് നേരെ പറയാൻ ഭാഗ്യം ലഭിച്ച, വലിയ ഇജാബത്തുള്ള, വലിയ ഖബൂലിയത്തുള്ള മലായികത്ത് മൊത്തം ഇറങ്ങി നടക്കുന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലെ പവിത്രമാക്കപ്പെട്ട വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയിലാണ് ബയാർ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗങ്ങളാൽ വിഷമിക്കുന്നോ ആഫിയത്ത് നൽകണം റഹ്മാനെ. എത്ര വിഷമങ്ങളുണ്ടോ നീ സലാമത്താക്കണം റഹ്മാനെ. ഞാൻ സുദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. കഴിഞ്ഞ സ്വലാത്തിന്റെ സദസ്സിൽ മണിക്കൂറുകളോളം നീണ്ട് സംസാരിച്ച CD ഇന്നിവിടെ പ്രകാശനം ചെയ്തു. അത് ഇന്ന് കൊണ്ടുവന്ന CD എല്ലാം തീർന്നും കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് ദൂര സ്ഥലങ്ങളിൽ നിന്ന് എത്തിപ്പെട്ട ആളുകൾക്ക് നേരത്തെ നാട്ടിലെത്താൻ സൗകര്യപ്പെടും വിധത്തിൽ വാക്ക് ചുരുക്കിയിട്ട് സ്വലാത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ വള്ളങ്കോട് കാസർഗോഡ് ജില്ലാ SYS പ്രസിഡന്റ്, വള്ളങ്കോട് മദനി അടക്കമുള്ള ഒരുപാട് സംഘടനാ നേതാക്കൾ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസം ദുആന്റെ ലാസ്റ്റ് സമയമാണ് നമ്മുടെ ആരോഗ്യമന്ത്രി UT ഖാദർ സാഹിബ് നമ്മുടെ വേദിയിലെത്തിയത്. അപ്പോൾ തന്നെ സാധുവായ ഞാൻ ചോദിച്ചു, ഖാദർ സാഹിബ് കുറച്ച് നേരത്തെ തന്നെ വന്നുകൂടായിരുന്നു, അടുത്ത സ്വലാത്തിന് നേരത്തെ വരണം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത സ്വലാത്തിന് 9 മണിയാകുമ്പോഴേക്ക് എത്തും എന്ന് പറയുകയും നേരത്തെ തന്നെ എത്തിപ്പെടുകയും നമ്മുടെ സദസ്സ് അഭിമുഖീകരിക്കുകയും ചെയ്തു. അല്ലാഹു ഖബൂലാക്കി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിനെ ആശ്രയിച്ച് ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾ, കിഡ്നിക്ക് തകരാറുള്ളവർ, ഹാർട്ടിന്റെ ബ്ലോക്ക് കാരണം വേദന കൊണ്ട് പെടയുന്ന രോഗികൾ ഈ സദസ്സിന്റെ മുമ്പിലേക്ക് നോക്കിയാൽ തന്നെ തൊട്ടു മുമ്പിലുള്ള ഒരു വൈകല്യം സംഭവിച്ച കുട്ടിയെ, മന്ത്രി, ഒരു ചെറിയ കുട്ടി, ഇതുപോലെ 100 കണക്കിന് കുട്ടികൾ
മന്ദബുദ്ധിയുള്ളവരുൾപ്പെടെ, കേൾവിയില്ലാത്തവരും കാഴ്ചയില്ലാത്തവരും ഉൾപ്പെടെ ഒരുപാട് കുട്ടികൾ, കുറച്ച് പ്രായമെത്തിയവർ ഒക്കെ ഈ വേദിയിൽ കഷ്ടപ്പെട്ട് ഇവിടെ എത്തി. ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ പരിപാടിക്ക് പ്രോഗ്രാമിന് പോകുന്ന സമയം ഇവിടെ വാഹനങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ദൂരദിക്കുകളിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്നടക്കം ഹൈന്ദവ കുടുംബത്തിലെ, ബ്രാഹ്മണ കുടുംബത്തിലെ പ്രഗത്ഭരായ ആളുകളടക്കം ഈ വേദിയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. എത്രയോ ഹൈന്ദവരായ സഹോദരങ്ങൾ ഈ മഹത്തായ മജ്‌ലിസ് കൊണ്ട് അവരുടെ പ്രശ്നത്തിന് പരിഹാരമാകും, എൻ്റെ ക്യാൻസർ രോഗം സുഖപ്പെടും, എനിക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എനിക്ക് നടക്കാൻ കഴിയും എന്നൊക്കെ ചിന്തിച്ച് കൊടകിൽ നിന്നടക്കം ദൂരദിക്കുകളിൽ നിന്ന് ജുമുഅന്റെ മുമ്പ് തന്നെ എത്തിപ്പെട്ട എത്രയോ ആളുകൾ ഈ മജ്‌ലിസിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇത്രയും ജനങ്ങൾ വിഷമിച്ചുകൊണ്ട്, ആരോഗ്യമുള്ള നമുക്കൊക്കെ, ഇപ്പൊ ഞാൻ ഇന്നലെയൊക്കെ പരിപാടിക്ക് പോവാൻ നമ്മളെ ജബ്ബാർ സഖാഫി പറഞ്ഞപ്പോ, സഖാഫി ഞാൻ അനുജനെ പകരം പറഞ്ഞു വിടാ, എനിക്ക് അങ്ങോട്ട് പോരാൻ പ്രയാസമുണ്ട്. കാരണം മിനിഞ്ഞാന്നൊക്കെ രാത്രികൾ ഇങ്ങനെ നീണ്ട യാത്രയായി, ഉറങ്ങാത്തത് കാരണം, ഉറക്ക് ശരിപ്പെടാത്തത് കാരണം യാത്ര, ഈ റോട്ടിൽ യാത്ര ചെയ്യാൻ ആരോഗ്യമുള്ള, ഒരു വിഷമമില്ലാത്ത, ഒരു രോഗവുമില്ലാത്ത നമ്മൾക്ക് തന്നെ ഈ റോട്ടിൽ യാത്ര ചെയ്യാൻ എത്ര പ്രയാസമുണ്ട്. ഇവിടേക്ക് എത്തിപ്പെടാൻ ആകെ കുലുങ്ങി, എല്ലാ സകല കെണുപ്പുകളും ജോയിന്റിൽ നിന്ന് വേറുള്ളും വിധം അങ്ങേയറ്റം യാത്രാ ക്ലേശം അനുഭവിച്ചിട്ടാണ് ആരോഗ്യമുള്ള ആളുകൾ വരെ ഇവിടെ എത്തിപ്പെടുന്നത്. അപ്പൊ ആരോഗ്യമില്ലാത്ത, അനാരോഗ്യം ഉള്ള ആളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് കല്യാണ ഭാഗത്ത് നിന്ന് വരുന്ന ആ റോഡെങ്കിലും ശരിപ്പെടുത്താൻ ബഹുമാനപ്പെട്ട മന്ത്രി മുൻകൈയെടുത്ത് ആ വിഷയത്തിൽ ഒന്ന് സഹകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. നാടിനും സമൂഹത്തിനുമൊക്കെ വലിയ നന്മകൾ ചെയ്യാനും എല്ലാ സേവനങ്ങൾ അനുഷ്ഠിക്കാനുള്ള എല്ലാ കഴിവുകളും, എല്ലാ തൗഫീഖും അല്ലാഹു മന്ത്രിക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട സമയം, ദുആക്ക് ഇജാബത്തുള്ള സമയം, ഞാൻ കഴിഞ്ഞ എൻ്റെ സംസാരങ്ങളിൽ ഒക്കെ പറഞ്ഞിരുന്നു, പരിശുദ്ധ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്താകുന്ന സത്യപ്രസ്ഥാനത്തിൽ, സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്. ആ ആശയം അടിയുറച്ച് പൂർണ്ണമായി ഉൾക്കൊണ്ട് മഹാന്മാരായ ഹബീബായ തങ്ങളുടെ ശിഷ്യന്മാരായ അസ്ഹാബിൽ നിന്ന് ദീൻ പഠിച്ച അയിമ്മത്തുകളിലൂടെ, പരിശുദ്ധ ഖുർആന്റെ മുഫസ്സിറുകളിലൂടെ, വിശുദ്ധ അഖീദയുടെ ഉലമായിലൂടെ, പവിത്രരായ വലിയ വലിയ ഔലിയായിലൂടെ, ആരിഫീങ്ങളിലൂടെ കണ്ണിമുറിയാതെ പാരമ്പര്യത്തോടുകൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനമാണ് സുന്നി പ്രസ്ഥാനം. ആ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ഒരു നിലക്കും ഒരു വഹാബി ആശയങ്ങളിലും, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത്, സലഫി എന്നൊക്കെ പേരിൽ വിശുദ്ധ ഇസ്ലാമിനെ കബളിപ്പിക്കാൻ ഖുർആന്റെയും ഹദീസിന്റെയും പേര് പറഞ്ഞ് ഇറങ്ങിപ്പുറപ്പെട്ട കക്ഷികളിൽ അകപ്പെടാതെ, മുൻകാല പൂർവ്വകാല മഹാന്മാരെ ആക്ഷേപിക്കുന്ന അത്തരക്കാരെ കരുതിയിരിക്കാനും സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ആലിമീങ്ങളുടെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും എന്റെ പ്രിയമുള്ള സൗണ്ട് കേൾക്കുന്ന ലൈവായിട്ട് ശ്രദ്ധിക്കുന്നവരുൾപ്പെടെ ഈ മഹത്തായ സമയം പ്രതിജ്ഞ ചെയ്യുകയും നമുക്ക് ദുനിയാവും ആഖിറവും വിജയിക്കാനുള്ള ഏക വഴി അത് മഹബ്ബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കലാണ്. ആ തങ്ങളുടെ പിടുത്തം കിട്ടിയാൽ പിന്നെ ദുനിയാവിൽ തളർച്ചയില്ല, ആഖിറത്തിൽ തളർച്ചയില്ല. ആ പിടുത്തം കിട്ടാനുള്ള ഏക വഴിയാണ്, വലിയ വഴിയാണ് സ്വലാത്തിന്റെ മജ്‌ലിസുകൾ. ആ നിലക്കുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് വർഷങ്ങളായിട്ട് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ബയാർ സ്വലാത്ത് മജ്‌ലിസ്. ഈ മജ്‌ലിസിലേക്ക് വരുന്ന സകല വിശ്വാസിനികളോടും നമുക്ക് പറയാനുള്ളത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത നിലക്ക് സകല സഹോദരിമാരോടും പറയാനുള്ളത്, റബ്ബ് സുബ്ഹാനഹു വ തആല അംഗീകരിക്കാത്ത നിലക്ക്, ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക്, ഹറാമായ ചിന്തയോടെയോ വേഷത്തിലോ പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാത്ത ഒരു രൂപത്തിൽ ഈ മഹത്തായ ബയാർ സ്വലാത്ത് നടക്കുന്ന ദിവസം നിങ്ങൾ ഈ ഗ്രൗണ്ടിലേക്കും ഈ പരിസരത്തേക്കും വരാതെ അത് അല്ലാഹു പൊരുത്തപ്പെടുകയില്ല. അത് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കുകയില്ല.
എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസം മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തുകയാണ്. ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ദുൽഹിജ്ജയുടെ തുടക്കം മുതൽ ദുൽഹിജ്ജ 1 മുതൽ 10 ദിവസങ്ങളിൽ എല്ലാ രാത്രിയിലും വൽ ഫജ്ർ സൂറത്ത് വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് പറയുന്ന ആ സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, ഈ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹജ്ജയുടെ 9ാമത്തെ ദിവസം യൗമു അറഫ, അൽ ഹജ്ജു അറഫ, അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹ് ബുഖാരി. ആ സ്വഹീഹ് ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യാണ്, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. അത്രത്തോളം ബഹുമാനമുള്ള ആ പരിശുദ്ധമാക്കപ്പെട്ട അറഫയുടെ ദിവസം ഹാജിമാരല്ലാത്ത മുഴുവൻ ആളുകൾക്കും നോമ്പനുഷ്ഠിക്കൽ വളരെയധികം മഹത്വമേറിയ സുന്നത്തുണ്ട്. ആ നോമ്പ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖാദിമാർ ഇവിടെ ഉറപ്പിച്ച അടിസ്ഥാനത്തിൽ വരുന്ന ബുധനാഴ്ചയാണ് അറഫാ ദിവസം. ആ അറഫാ ദിവസം എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരന്മാരെ, എൻ്റെ ചെറുപ്പക്കാരെ, ഒരു നിലക്കും എത്ര വിഷമുണ്ടെങ്കിലും അറഫാ ദിവസത്തിലെ ആ ശക്തമായ സുന്നത്തുള്ള നോമ്പിനെ നാം ഒഴിവാക്കാതെ അനുഷ്ഠിക്കാൻ ഈ മജ്ലിസിൽ നാം പ്രതിജ്ഞ ചെയ്യണം, നാം കരുതണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു കബൂലാക്കി തരട്ടെ. നിരവധി രോഗങ്ങളെ കൊണ്ടും വിഷമങ്ങളെ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും സാമ്പത്തികമായും മാനസികമായിട്ടൊക്കെ ഉള്ള തളർച്ച കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമുക്ക് അറഫാ നോമ്പ് അതൊരു വലിയ സലാമത്തിന്റെ, അതൊരു വലിയ ആഫിയത്തിന്റെ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉള്ള സമയം നാം നഷ്ടപ്പെടുത്താതെ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, അറഫ കഴിഞ്ഞാൽ ദുൽഹിജ്ജ 10 ദിവസം മുസ്ലിമീങ്ങൾക്ക്, വിശ്വാസികൾക്ക് പരിശുദ്ധ ഇസ്ലാം ശർഅാക്കിയ, ആഘോഷമാക്കിയ 2 ദിനങ്ങളാണ് ബലിപെരുന്നാളും അതുപോലെ ചെറിയ പെരുന്നാളും. ആ ചെറിയ പെരുന്നാൾ ഇപ്പൊ നോമ്പ് കഴിഞ്ഞ് നമ്മളെല്ലാവരും ആഘോഷിച്ചു കഴിഞ്ഞു. ഇനി ബലിപെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആഘോഷങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിലായിരിക്കണം. വിശുദ്ധ ഇസ്ലാമിന്റെ മതിൽക്കെട്ടുകൾ, വേലികൾ തകർത്ത് അതിനെ മറികടന്നുകൊണ്ട് ബൈക്ക് റേസ് നടത്തിയിട്ട്, ലഹരി ഉപയോഗം നടത്തി, കള്ള ഓടിച്ചിട്ട്, കഞ്ചാവ് ഓടിച്ചിട്ട്, ഹാൻസ് വെച്ചിട്ട്, ഈ പരിശുദ്ധ ആഘോഷത്തെ നാം മനോമസപ്പെടുത്തുകയാണ്. അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലയ്ക്ക് വിപുലമായ ജീവിതത്തിന് വേണ്ടി സമയം കണ്ടെത്തുകയാണ്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും മൊബൈൽ ഡിസ്കാവും അതുപോലെ മെസ്സേജുകളൊക്കെ ദുരുപയോഗങ്ങൾ നടത്തി കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും ഹറാമായ സിനയുടെ സ്നേഹവും ബന്ധവും നിലനിർത്തിയിട്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിനങ്ങളെ നാം വൃത്തികേടാക്കിയാൽ അല്ലാഹു നമ്മിൽ നിന്ന് ആ ദിവസം സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, കടുത്ത ശാപം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ദുനിയാവിൽ ബാക്കി വെച്ച് അനുഭവിപ്പിച്ചിട്ട് ഖബറിലേക്ക് യാത്ര അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അയക്കുകയുള്ളൂ. ആ ഓർമ്മ എല്ലാവർക്കും വേണം. എന്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, എല്ലാ സ്വലാത്തിലും ഇതന്നെ പറയാനുള്ളത്. അപ്പൊ ചോദിക്കും, എല്ലാ സ്വലാത്തിലും ഇങ്ങനെ എന്താ ഇത് പറയുന്നത്? ഇത് കാരണം ഇത് പറഞ്ഞ് ജനങ്ങൾ അങ്ങോട്ട് ഉൾക്കൊണ്ട് എത്രയോ ആളുകൾ മാറിയിട്ടുണ്ട്. പലവരും വന്ന് പറയുന്നു, അന്നങ്ങനെ സംസാരം കേട്ടത് മുതൽ പിന്നീട് അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് പറയും. അപ്പോ കഴിഞ്ഞ സ്വലാത്തിന് വരാത്ത കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ പുതിയ ആളുകൾ കൂടെ കേൾക്കാനാ പറയുന്നത്. അല്ലാഹു പുറപ്പെടാത്ത നിലയ്ക്ക് നിങ്ങൾ ടൗണുകളിൽ ഇറങ്ങിയിട്ട് ബോഡി സോപ്പ് പൈപ്പ് വിട്ട് പൊറുക്ക് വരച്ചിട്ട് മുടി സോപ്പ് തേച്ച് പാലിച്ചിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കണ്ണിന്റെ പൊടികൾ പക്ക് ചെയ്തിട്ട് മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട്
അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് അപഹൃത ബന്ധവും ഹറാമിന്റെ സ്നേഹവും ഏത് മുസ്ലിം സ്ത്രീകളിലുണ്ട്, മുസ്ലിം പുരുഷന്മാരിലുണ്ട്, അത് സിനയുടെ ജീവിതമാണ്, അത് വ്യഭിചാര ജീവിതമാണ്. അല്ലാഹു നിന്നെ കബൂലാക്കില്ല. നിന്റെ ഈമാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നിൽ നിന്ന് മാറ്റി നിർത്താനുള്ള കാരണമാണ് ആ ജീവിത രീതി. നിന്നെ പരമദരിദ്രനാക്കാൻ, നിന്റെ സമാധാനം കടത്തിക്കളയാൻ, നിന്റെ സന്തോഷം നഷ്ടപ്പെടുത്താനുള്ള വലിയ കാരണമായിരിക്കും നിന്റെ ആ റൂട്ട്, നിന്റെ ആ മോശമായ ജീവിതം. അതുകൊണ്ട് അത്തരം വടക്കായ ജീവിതങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ചെറിയകാല ആയുസ്, എന്റെ സമുദായത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയ്ക്കായി ഈ ചെറിയകാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിനായി ഉപ്പാപ്പ സഹോദരൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിനായിട്ട് ചെലവഴിക്കാൻ എല്ലാവരും ശ്രമിക്കുകയും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കാതെ ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ എന്റെ സൗണ്ട് കേൾക്കുന്ന ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്കും ശേഷം നിങ്ങൾ തങ്ങളെ വിളിക്കുക, മദീനയിൽ വിശ്രമിക്കുന്ന തങ്ങളെ വിളിക്കുക. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് ബിയദി ഖല്ലത്ത് ഹൈലത്തി യദ്രിക്നി എന്ന് പറഞ്ഞ് ഒരു 11 സ്വലാത്തെങ്കിലും ചുരുങ്ങിയത് ചെല്ല, ഒരു 40 ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് പറഞ്ഞാണ്. വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം ഒരു 40 സ്വലാത്ത് ചെല്ലാൻ സമയം കിട്ടുന്നവരങ്ങനെ എന്തായിരുന്നാലും ചുരുങ്ങിയത് 11എങ്കിലും ദായിമായിട്ട് മൗത്ത് വരെ നിലനിർത്താൻ ശ്രമിക്കണം. അത് കാരണം തങ്ങളുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും തമ്മിൽ വലിയ ബന്ധമാണ് ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് ആ ബന്ധം നമുക്ക് നിലനിന്ന് കിട്ടണം. അയിമ്മത്തൊക്കെ യഖ്ലത്തിലും മനാമിലും ഉണർച്ചയിലും ഉറക്കിലും തങ്ങളെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ മിസ്കീന്മാരായ ഇൽമില്ലാത്ത ഈമാനും തഖ്വയും വറഉം എല്ലാം കുറവുള്ള നമുക്കും ആ തങ്ങളെ പല പ്രാവശ്യം കാണണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ തങ്ങളെ കണ്ടു കിട്ടിയാൽ പിന്നെ ഹറാമിന്റെ ചിന്തയില്ല, പിന്നെ ഹറാമിന്റെ ബന്ധമില്ല, പിന്നെ ഹറാമിന്റെ സ്നേഹമില്ല, പിന്നെ കളവ് പറയലില്ല, എഴുപത്ത് പറയലില്ല, ഫിത്ന ഉണ്ടാക്കലില്ല, ഫസാദ് ഉണ്ടാക്കലില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ നെടുന്തൂണുകളായിരുന്ന ഹബീബായ തങ്ങൾ ബനൂ ഇസ്രായേലിലെ അമ്പിയാക്കളെ മഖാമുണ്ടെന്ന് പരിചയപ്പെടുത്തിയ ദീനിന്റെ നെടുന്തൂണുകളാകുന്ന പണ്ഡിതന്മാരെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം പറയാൻ കഴിയില്ല. തീവ്രവാദ വർഗീയ ഭീകരവാദ ഉൾപ്പെടെ നാടിന്റെ സമാധാനം കൊടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ഏർപ്പെടാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹികൾക്ക് കഴിയില്ല. അതുകൊണ്ട് കുടുംബബന്ധം മുറിക്കാതെ, ഉമ്മയെ പ്രയാസപ്പെടുത്താതെ, ഭാര്യമാരെ ആക്രമിക്കാതെ, ഭർത്താക്കന്മാരോട് തട്ടിക്കയറാതെ, സകല മക്കളും മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട് മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന സ്വഭാവം നമ്മുടെ ആയുസ് ചുരുങ്ങാൻ കാരണമാണെന്ന് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തി അറിയിച്ചിട്ടുണ്ട്. അമാ അലൈക്കും അന്ന ഹുഖൂഖൽ വാലിദൈനി യൻഖുസുൽ അഅ്മാർ. ഉമ്മാനെയും ബാപ്പാനെയും പ്രയാസപ്പെടുത്തുന്ന മക്കളുണ്ടോ അവരുടെ ആയുസ് അല്ലാഹു ചുരുക്കുന്നതാണ്. വിസ്മിപ്പിക്കണ്ട. ഉമ്മയും ബാപ്പയും മക്കളെ രണ്ടിച്ച് കാണണ്ട. മക്കള്, നിങ്ങൾ ആൺമക്കള് കല്യാണം കഴിച്ചു വന്ന പെൺകുട്ടികളെ നിങ്ങൾ പ്രയാസപ്പെടുത്തണ്ട. മരുമക്കളായിട്ട് വന്ന ആൺമക്കളുടെ ഭാര്യമാരായിട്ട് വന്ന പെൺകുട്ടികളും നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഉമ്മാനെയും ബാപ്പാനെയും വിഷമിപ്പിക്കണ്ട. അവർക്ക് ആവുന്നത്ര ഖിദ്മത്ത് ചെയ്തോ, അല്ലാഹു നിന്നെ കബൂലാക്കും. നിന്റെ അമൽ അല്ലാഹു കബൂലാക്കും. നിന്റെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും തരും. അതേസമയം നീ നിയന്ത്രണമില്ലാത്ത നിലക്ക് തട്ടിക്കേറി സംസാരിക്കുന്ന ഒരു ദുസ്വഭാവം നിന്നിലുണ്ടെങ്കിൽ നിന്റെ മക്കളെ പോലും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഉപകരിപ്പിക്കൂല. വളരെ സൂക്ഷിച്ച് ജീവിച്ചോ. പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളുടെ നിയന്ത്രണത്തിൽ അവരുടെ സ്നേഹാദരവ് അംഗീകരിച്ചുകൊണ്ട്
ദീനിന്റെ ഖിദ്മത്തിലായി അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നു. പിരിഞ്ഞു പോകുന്ന സമയം ആണും പെണ്ണും ഇടകലരുന്ന ഒരു വിഷയവും നമ്മുടെ സദസ്സിൽ ഉണ്ടാകരുത്. നിങ്ങൾ നോക്കി എത്ര അച്ചടക്കമുള്ള സദസ്സാണ്, ഒരനക്കില്ല. ഈ അച്ചടക്കം ഈ സ്വലാത്ത് മജ്ലിസിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഉണ്ട്. അതുകൊണ്ട് ഇത്തരം മജ്ലിസുകൾ എവിടെയാണെങ്കിലും ഇത് ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്കുള്ള ബഹുമാനമാണ്. ആ ബഹുമാനം നാം നിലനിർത്തുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടും. അത് തീർച്ചയാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. തങ്ങളെ കൊണ്ട് ദുനിയാവ് ആഖിറ അല്ലാഹു സലാമത്താക്കി തരട്ടെ. ആണും പെണ്ണും ഇടകലരുന്ന വിഷയം ഉണ്ടാവരുത്. പിരിഞ്ഞു പോകുന്ന സമയം വളണ്ടിയർമാരെ അനുസരിച്ച് അവരെ അറിയിപ്പുകളും അവരുടെ നിയന്ത്രണമൊക്കെ നാം അംഗീകരിച്ചുകൊണ്ട് അച്ചടക്കത്തോടെ പിരിഞ്ഞു പോവുകയും, പോകുന്ന സമയം വളരെ സ്ലോ ആയിട്ട് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡാണ്, അപകടം വരുത്താതെ ദൂരദിക്കുകളിൽ വന്ന വാഹനങ്ങളൊക്കെ ഡ്രൈവർമാരൊക്കെ ഉറങ്ങാതെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് യാത്ര തുടരണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി. ഉളുഹിയ്യത്തിന്റെ വിഷയം എല്ലാ മഹല്ല ജമാഅത്തിലും നിങ്ങൾ ഇന്ന് ജുമാക്ക് ശേഷം ഉസ്താദുമാര് പറഞ്ഞത് കേട്ടിട്ടുണ്ടാകും. ഉളുഹിയ്യത്ത് അറുക്കൽ വലിയ ശക്തമായ മോക്കതായ സുന്നത്താണ്. അതിന് സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ ഉളുഹിയ്യത്ത് അറുക്കാൻ ശ്രമിക്കുകയും പുണ്യമാക്കപ്പെട്ട പെരുന്നാൾ ദിവസം കുടുംബ ബന്ധം പുലർത്തിയും മഹാന്മാരെ സിയാറത്ത് ചെയ്തും മൗത്തായവരെ സിയാറത്ത് ചെയ്തും ഒക്കെ സന്തോഷത്തോടു കൂടി ആ പുണ്യമാക്കപ്പെട്ട സമയങ്ങൾ കഴിച്ചുകൂട്ടാനും ശ്രമിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് സ്വലാത്ത് മജ്ലിസിലേക്ക് കടക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ബായാർ സ്വലാത്ത് മജ്ലിസ് ഒക്ടോബർ, അടുത്ത ബായാർ സ്വലാത്ത് മജ്ലിസ് ഈ വരുന്ന മാസം ഒക്ടോബർ 16 തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തി. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനും ഒമാനായ പള്ളങ്കോടും ഒമാനിൽ യാത്ര നടത്തിയപ്പോൾ മസ്കറ്റിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ എത്തിയപ്പോൾ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ അറിയിച്ച് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും സലാമത്ത് നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم. أستغفر الله العظيم. أستغفر الله العظيم. أستغفر الله العظيم.